നമസ്കാരം. ഈ ചില നാളുകളായിട്ട് ഇന്ത്യയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിദേശ രാജ്യമായിട്ട് കരുതപ്പെടുന്നത് ഇസ്രയേലാണ്. ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ നേരിടുന്ന ഭീഷണികൾക്കും ഒക്കെ ഇസ്രയേൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇവിടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്, രാജ്യം വിശ്വസിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ പല ചാനലുകളും ഇസ്രയേലിന് അനുകൂലമായി ഒരുപാട് വീഡിയോ ഇടാറുണ്ട്. ഞാൻ ABC ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ ചില സമയത്ത് കാണാറുണ്ട്. അവരും ഇസ്രയേലിന് അനുകൂലമായിട്ട് ഒരുപാട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഇസ്രയേൽ എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വളരെ ശക്തിമത്തായ ഒരു രാഷ്ട്രമായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇസ്രയേൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് അത്രയും പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു രാജ്യമാണ്. അതിന് ചുറ്റുപാടുമുള്ളതൊക്കെ അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങളാണ്. അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്നതും അവരുടെ പോരാട്ടങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതുമൊക്കെ ഇതിനൊക്കെ എങ്ങനെയാണ് ഇസ്രയേലിന് സാധിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ വിശ്വസിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണ്. ആ ദൈവത്തിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനിത്വം യഹൂദ മതം എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല. യഹൂദ മതത്തിൻ്റെ തുടർച്ച തന്നെയാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി മശിഹയായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനിത്വവും യഹൂദ മതവും എന്ന് പറയുന്ന രണ്ട് മതങ്ങൾ ഇന്നുണ്ടാകുമായിരുന്നില്ല. ഒറ്റ റിലീജിയൻ മാത്രമേ ആകുമായിരുന്നുള്ളൂ. ഈ യഹോവയായ ദൈവത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് പരമേൽപ്പിച്ചിരിക്കുകയാണ്. അവർ വളരെ ഹൃദയപൂർവ്വം ഈ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ വിട്ടുവീഴ്ചയില്ലാതെ ഇസ്രയേലിൽ അനുസരിക്കുന്നു. അതിൻ്റെ അനുഗ്രഹമാണ് അവർ സാമ്പത്തികമായും ശാസ്ത്രീയമായും മറ്റ് ഡിഫൻസിലും എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കാനുള്ള കാരണം. ഈ 10 കൽപ്പനകളാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ 10 കൽപ്പനകൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത് ബൈബിളിലെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാമത്തെ കൽപ്പന, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. 2-ാം കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ സേവിക്കരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്. 3-ാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 4-ാമത്തെ കൽപ്പന, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം നീ നിൻ്റെ വേലയൊക്കെ ചെയ്ത് അത് പൂർത്തീകരിക്കുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താവുന്നു. അന്ന് നീയും നിൻ്റെ പുത്രനും നിൻ്റെ പുത്രിയും നിൻ്റെ പടിവാതിൽക്കുള്ള പരദേശിയും നിൻ്റെ കാളയും കഴുതയും ഒരു വേലയും ചെയ്യരുത്. 5-ാം കൽപ്പന, നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സോടെ ഇരുപ്പാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. 6-ാം കൽപ്പന, കൊല ചെയ്യരുത്. 7-ാമത്തേത്, വ്യഭിചാരം ചെയ്യരുത്. 8-ാമത്തേത്, മോഷ്ടിക്കരുത്. 9-ാമത്തേത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10-ാമത്തെ കൽപ്പന, കൂട്ടുകാരൻ്റെ വസ്തുവകയോ കൂട്ടുകാരൻ്റെ ഭാര്യയെയോ മോഹിക്കരുത്. ഇത്രയുമാണ് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ അനുസരിക്കുന്ന 10 കൽപ്പനകൾ. ലോകത്തിലുള്ള സകല സാൻമാർഗിക നിയമങ്ങളും ഈ 10 കൽപ്പനയുടെ ചട്ടക്കൂടിനുള്ളിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എക്സ്പാൻഷനാണ് ലോകത്തിൽ കാണുന്ന എല്ലാ മോറൽ നിയമങ്ങളും. ഈ 10 കൽപ്പന ഏത് യഹൂദനും വളരെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലാണ് അനുസരിക്കുന്നത്. ഇതിൻ്റെ അനുഗ്രഹം അവർക്ക് ഉണ്ട്. ക്രിസ്ത്യാനികളാകട്ടെ, എല്ലാ ക്രിസ്ത്യാനികളുമല്ല, ചില ക്രിസ്ത്യാനികൾ ഈ കൽപ്പന അവർ ഏറ്റെടുക്കുകയും അതിൽ പക്ഷേ ചിലതിനൊക്കെ അവിടെ വിട്ടുവീഴ്ച വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്
രണ്ടാം കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, സേവിക്കരുത്, നമസ്കരിക്കരുത് എന്നുള്ള വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള കൽപ്പന. അത് പല ക്രൈസ്തവരും അവഗണിച്ചിട്ട് അവരുടെ പള്ളികളിൽ യേശുക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും യോസഫിൻ്റെയും പുണ്യവാളന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 10 കൽപ്പനയുടെ ഒരു ലംഘനമാണ്. അതുപോലെ ശബത്ത് കൽപ്പന, 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെ ചെയ്തു തീർക്കാം, 7-ാമത്തെ ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു, അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ കുടുംബത്തിലുള്ള ആരും ഒരു വേലയും ചെയ്യരുത്, അന്ന് ആരാധനയ്ക്കായിട്ടുള്ള ദിവസമാണ്. ഇതും ക്രിസ്ത്യാനികൾ ലംഘിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഈ കൽപ്പനകൾ വിട്ടുവീഴ്ചയില്ലാതെ അനുസരിക്കുന്ന യഹൂദന്മാർക്ക് അനുഗ്രഹമാണ് ദൈവം നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹം ആണ് അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിന്നിച്ചിതറി പോകേണ്ടി വന്നിട്ടും വീണ്ടും ഒന്നിച്ചുകൂടി ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ ദൈവം അവർക്ക് കൊടുത്ത ആ നിയമങ്ങൾ ലോകത്തെ അനുസരണത്തിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ അവർക്ക് ഇടയാക്കിയത്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടം ഭരിക്കുന്ന പാർട്ടികളും ഒന്ന് മനസ്സ് വെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയാൽ, ഇസ്രായേൽ അനുസരിക്കുന്ന നിയമങ്ങൾ ഇന്ത്യക്കാരനുസരിച്ചാൽ ഇസ്രായേൽ എത്ര ശക്തിമത്തായ രാജ്യം ആയിരിക്കുന്നുവോ അതുപോലെ ആയിത്തീരാൻ ഇന്ത്യക്കും സാധിക്കും. ഇതേപ്പറ്റി കേൾവിക്കാരെല്ലാവരും ഒന്ന് വിലയിരുത്തി ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.